വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആശംസ പ്രസംഗത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നന്ദി പ്രസംഗത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് ഓണാഘോഷ പരിപാടികളും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നമുക്കൊക്കെ ഒരു നന്ദി പറയാനുള്ള ഒരു അവസരം ലഭിച്ചാൽ നമ്മൾ എങ്ങനെ നന്ദി പറയും? അപ്പോൾ നന്ദി പ്രസംഗത്തെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്ദി പ്രസംഗം എന്ന് പറയുമ്പോൾ അത് ഒരു യോഗത്തിലെ ഏറ്റവും അവസാനത്തെ പ്രസംഗമാണ്. നന്ദി പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പ്രസംഗമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും, തന്ത്രപ്പാടിലായിരിക്കും. അപ്പൊ ആ സമയത്താണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകളെ പോലും പിടിച്ചിരുത്തുവാൻ കഴിവുള്ള ആ തരത്തിലുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. നന്ദി പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയമായി അധികരിച്ച് സംസാരിക്കേണ്ടതില്ല. വളരെ കുറച്ച് മാത്രമേ നന്ദി പ്രഭാഷകൻ സംസാരിക്കാൻ പാടുള്ളൂ. പണ്ടൊരു പ്രോഗ്രാമിൽ നന്ദി പ്രഭാഷകൻ നന്ദി പറയാൻ വേണ്ടി പ്രസംഗം തുടങ്ങിയപ്പോൾ പ്രസംഗിച്ച് അദ്ദേഹം കത്തിക്കയറി. വിഷയവുമായി ബന്ധപ്പെട്ടതും ബന്ധമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഘോരം പ്രസംഗിച്ചു. അവസാനം പ്രസംഗത്തിൽ മുഴുകി അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം അവസാനിച്ച് അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ രണ്ട് ആളുകൾ മാത്രമാണ് ഹാളിലുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, സന്തോഷമായി, നിങ്ങൾ രണ്ടുപേരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ഇരുന്ന് തന്നല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, ആ രണ്ടുപേര് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങളുടെ ഈ ഒലക്കേമേലത്തെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾ മൈക്കിന്റെ ആളുകളാ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം, മൈക്ക് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമിലേക്ക് പോകാനുള്ളതാ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ആവരുത് നമ്മുടെ നന്ദി പ്രസംഗം. നന്ദി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നന്ദി പ്രകാശിപ്പിക്കേണ്ടത് സംഘടനയുടെ ട്രഷറർ അഥവാ ഖജാൻജി ആയിരിക്കണം എന്ന ഒരു നിർബന്ധവുമില്ല. സംഘടനയിൽപ്പെട്ട ആർക്കും നന്ദി പ്രകാശിപ്പിക്കാം. പക്ഷേ സംഘടനയിൽ പെടാത്ത ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒരിക്കലും നന്ദി പറയിപ്പിക്കരുത്. കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ അവർക്കുള്ള നമ്മുടെ സന്തോഷവും സ്നേഹവും സ്വീകരണവും ഒക്കെ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതല്ലാതെ തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ സന്തോഷം അറിയിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ സംഘടനയുടെ അകത്തുള്ള ആർക്കും നന്ദി പറയാം. അപ്പൊ നന്ദി പറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദി ഇനി ആരോടൊക്കെ പറയണം എന്നുള്ളതാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? നന്ദി എല്ലാവരോടും ചൊല്ലണം. ആരെയും നമ്മൾ വിട്ടുപോകരുത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു അടുത്ത ബന്ധുവുമായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാം നടന്നു. ഒരു ചാരിറ്റി സംഘടന നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അവിടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അടക്കമുള്ള പ്രമുഖരൊക്കെ പങ്കെടുത്തൊരു യോഗം കൂടിയായിരുന്നത്. അതായത് ക്യാൻസർ രോഗികൾക്കുള്ള ഒരു സഹായം എത്തിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആ യോഗത്തിന്റെ ഒടുവിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ആള്, നന്ദി പറയുന്ന ആള് എന്റെ സുഹൃത്തിന്റെ പേരോ എന്റെ സുഹൃത്തിന്റെ മണ്ഡപത്തിന്റെ പേരോ പരാമർശിച്ചില്ല. അത് അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാക്കി. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഞാൻ ഈ ഒരു ചാരിറ്റി പ്രവർത്തനമായതുകൊണ്ട് വലിയ തരത്തിലുള്ള വലിയൊരു ഡിസ്കൗണ്ട് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അദ്ദേഹം ആ നന്ദി പറയുന്ന ആള് എന്റെ പേരോ എന്റെ മണ്ഡപത്തിന്റെ പേരോ പരാമർശിച്ചില്ല. അതുകൊണ്ട് എനിക്ക് വലിയ തോതിലുള്ള വിഷമം ഉണ്ടാക്കിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നന്ദി എന്ന് പറയുന്നത് കേവലം ഒരു രണ്ടക്ഷരമുള്ള വാക്കല്ല, അതിലുപരി അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നന്ദി ഇനി നമ്മൾ ആരോടൊക്കെ പറയണം? അല്ലെ, നമ്മളെല്ലാവരോടും നന്ദി പറയണം. ആരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടാവും? സ്വാഗത പ്രഭാഷകൻ ഉണ്ടാവും, അധ്യക്ഷനുണ്ടാവും, അതുപോലെ ഉദ്ഘാടകൻ ഉണ്ടാവും, മുഖ്യപ്രഭാഷകനുണ്ടാവും, പരിപാടി വീക്ഷിക്കാനെത്തിയ പല ആളുകളും ഉണ്ടാവും, പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും,
അതുപോലെ തന്നെ ചില യോഗത്തിൽ നിയമപാലകരുണ്ടാവും, മാധ്യമ പ്രവർത്തകരുണ്ടാകും, പിന്നെ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് സ്ഥലം അനുവദിച്ചു തന്ന അതിന്റെ മുതലാളി ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ മണ്ഡപത്തിന്റെ മുതലാളി ഉണ്ടാവും. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിന്റെ സാങ്കേതിക പ്രവർത്തകരുണ്ടാവും. എല്ലാവർക്കും നന്ദി പറയണം. അപ്പൊ നന്ദി പറയുമ്പോ ചിലവർ പറയുന്ന കാര്യം ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുന്നു എന്ന് പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്. ഒറ്റ വാക്കിൽ നന്ദി പറയാൻ പാടില്ല. എളുപ്പവഴിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ അവസാനം അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയിട്ട് യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു എന്നുകൂടി പറയണം. അപ്പോ നന്ദി എല്ലാവരോടും നമ്മൾ നന്ദി പറയണം. പിന്നെ നമുക്ക് പറ്റുന്നൊരു തെറ്റ്, ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നന്ദി പ്രകാശിപ്പിക്കുന്നു, നന്ദി അറിയിക്കുന്നു, നന്ദി പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പാടുള്ളൂ. നന്ദി രേഖപ്പെടുത്തല് നമ്മൾ എഴുതുമ്പോൾ മാത്രമാണ് രേഖപ്പെടുത്തലുള്ളത്. ബാക്കി നമ്മൾ പറയുമ്പോഴൊക്കെ നന്ദി പ്രകാശിപ്പിക്കുക, നന്ദി അറിയിക്കുന്നു എന്ന് തന്നെയാണ് പറയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നന്ദി പ്രസംഗം നിർവഹിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ മറ്റുള്ള പ്രഭാഷകർ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രീതി തുടക്കത്തിൽ വേണ്ട. തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗം അവസാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ യോഗത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇനി നന്ദി പറയുക എന്നൊരു കർത്തവ്യം മാത്രമാണ് ഇനി ഉള്ളത്. ആ ഒരു ചടങ്ങ് മാത്രമേ ഇനിയുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ചെന്ന് പറയുമ്പോൾ 2-3 പോയിന്റുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരുപാട് പ്രസംഗം നീട്ടിവലിച്ച് പറയാൻ പാടില്ല. നന്ദി പ്രസംഗം എന്ന് പറയുമ്പോൾ നല്ല അടുക്കും ചിട്ടയോടും വൃത്തിയോടും വെടുപ്പോടും കൂടിയിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റണം. 5 മിനിറ്റ് സമയം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പ്രസംഗം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, നമ്മളൊക്കെ നാടൻ സദ്യ കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതില് ഒരു 10-12 തരം കറികളുണ്ടാകും. അപ്പൊ അതില് ചില കറികളൊക്കെ മോശമാകാം. ചിലപ്പോൾ സാമ്പാർ ഉപ്പ് കൂടി, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു, അല്ലെങ്കിൽ അവിയല് മോശമായി, അല്ലെങ്കിൽ കാളൻ അത്ര പോരാ, അല്ലെങ്കിൽ കൂട്ടുകറി അത് അങ്ങനെയായി അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാ കറികളും ഒരുപോലെ നന്നാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനത്തെ നമ്മൾ ഈ പായസം കഴിക്കുന്നതോടുകൂടി ആ ഒരു മധുരം ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് മറ്റുള്ള കറികളുടെ ചെറിയ ചെറിയ പോരായ്മകൾ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല, നമുക്ക് അനുഭവപ്പെടില്ല. നമുക്ക് നല്ലൊരു ഫുഡ് കഴിച്ചാൽ നല്ലൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള പ്രഭാഷകർ പറഞ്ഞ് എന്തെങ്കിലും ചില കാര്യങ്ങൾ നമുക്കൊരു വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും നന്ദി പറയുന്ന ആള് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു നന്ദി പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നല്ലൊരു പ്രസംഗം കേട്ട ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നന്ദി പറയാൻ നമുക്ക് കഴിയണം. നന്നായിട്ട് നല്ല രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ നന്ദി പറയുമ്പോൾ ആരോടാണ് ആദ്യം നന്ദി പറയേണ്ടത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോട്ടീസിൽ അച്ചടിച്ച പ്രകാരമല്ല നന്ദി പറയേണ്ടത്. നന്ദി പറയേണ്ടത് ആ യോഗത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, ആ യോഗത്തിലെ ഏറ്റവും വലിയ VIP ആരാണോ അയാളോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ആ ഒരു യോഗത്തിൽ ഒരുപക്ഷെ മന്ത്രിയാണ് ഏറ്റവും പ്രമുഖനായ വ്യക്തിയെങ്കിൽ ആ മന്ത്രിയോട് ആദ്യം നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ MLA ആവും പ്രധാനപ്പെട്ട വ്യക്തിയെങ്കിൽ MLAയോട് നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നന്ദി അറിയിക്കണം. അല്ലെങ്കിൽ DYSP ആണെങ്കിൽ അദ്ദേഹത്തോട് നന്ദി അറിയിക്കണം. അപ്പൊ ഏറ്റവും പ്രമുഖനായ വ്യക്തി യോഗത്തിൽ ആരാണോ അയാളോടാണ് നമ്മൾ ആദ്യം നന്ദി അറിയിക്കേണ്ടത്. ഈ നന്ദി അറിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു യോഗം നടന്നു. അപ്പൊ അവിടെ വന്നത് അന്നത്തെ മന്ത്രിയായിരുന്ന AC മൊയ്തീനായിരുന്നു.
അപ്പൊ അവിടെ സ്വാഗതം പറഞ്ഞിരുന്നത് പഞ്ചായത്ത് അംഗം, വാർഡ് മെമ്പർ കൂടിയായ ഒരു ലേഡി ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അടുത്തത് ഞാൻ മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അവർക്ക് അതിനെക്കുറിച്ച് പ്രസംഗത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് AC മൊയ്തീനെ എല്ലാവിധ സ്നേഹ ബഹുമാന ആദരവുകളോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന, അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് വളരെ വലുതാണ്. അപ്പോൾ സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷണങ്ങൾ ചേർത്ത് വെച്ച് വേണം നമ്മൾ നന്ദി അറിയിക്കേണ്ടത്. അപ്പോൾ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ആ സ്ഥാനപ്പേര് പറഞ്ഞുകൊണ്ട് വിശേഷണങ്ങൾ ചേർത്ത് വേണം നന്ദി അറിയിക്കേണ്ടത്. അതായത് ഏറെ സ്നേഹ ബഹുമാനാദരവുകളോടെ, സഹർഷം, സവിനയം, സാദരം, ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ തുടങ്ങിയ വിശേഷണങ്ങൾ ചേർത്ത് വേണം നന്ദി അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ആദ്യം നമ്മൾ പറയേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗം ഈ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നന്ദി പറയുക എന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച, ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന പ്രിയപ്പെട്ട MLA കൃഷ്ണമൂർത്തി സാറിനെ വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് വിനയത്തോടെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്ന് പറയാം. അതുപോലെ ഓരോ വ്യക്തികളോടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കണം. അവസാനം അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു എന്നുകൂടി പറയണം. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അപ്പൊ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യോഗത്തിന്റെ ഓൾ ഇൻ ഓൾ അധ്യക്ഷനാണ്. അധ്യക്ഷൻ അറിയാണ്ട് ആ യോഗത്തിൽ ഒരു ഈച്ച പോലും പറക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്. ആ യോഗത്തിൽ ഒരുപാട് VIP ഉണ്ടാകാം, മന്ത്രി ഉണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ MLA ആകാം, അല്ലെങ്കിൽ വേറെ ആരുമാകാം. പക്ഷെ ഏറ്റവും പ്രധാനം അധ്യക്ഷനാണ്. കാരണം ഇവര് പോലും അധ്യക്ഷനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അധ്യക്ഷനോടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരുപാട് നീണ്ടു പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമയം അപഹരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടാം, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ പ്രസംഗം നിർത്തിക്കോണം എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ട് മന്ത്രിക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ MLAക്ക് കൊടുക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അധ്യക്ഷനാണ് ഒരു യോഗത്തിന്റെ ഓൾ ഇൻ ഓൾ, എല്ലാം അദ്ദേഹമാണ്. ഇനിയിപ്പോ അവിടെ ഒരു പ്രശ്നങ്ങൾ നടന്നു, അടിപിടി കേസുകളുണ്ടായി, പോലീസ് എത്തി, അപ്പോഴും ചോദിക്കുന്നത് മന്ത്രിയോടോ MLAയോടോ മറ്റൊന്നുമല്ല, അധ്യക്ഷനോടാണ് ചോദിക്കുന്നത്. സാർ, എന്താണ് ഇവിടെ വിഷയം, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നത് അധ്യക്ഷനോടാണ്. അപ്പോൾ അധ്യക്ഷന്റെ അനുമതിയോടുകൂടിയാണ് ഈ യോഗം പിരിച്ചുവിട്ടതായിട്ട് നന്ദി പ്രഭാഷകൻ പറയേണ്ടത്. ഇത്രയുമാണ് നന്ദി പ്രസംഗത്തിലുള്ളത്. അപ്പൊ എന്തായാലും നന്ദി പ്രസംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നന്ദി പറയാൻ ഒരു അവസരം ലഭിച്ചാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കാം എന്ന് അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരേക്കും ബൈ.